അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, പഠിതാക്കളെ, 10ാമത്തെ ചാപ്റ്ററിലെ 1ാമത്തെ തംരീനാണ് തമാരീൻ. ആ തമാരീനിലെ 1ാമത്തെ തംരീനാണ് നമ്മൾ വായിക്കുന്നത്. തമാരീൻ പലപ്പോഴായി നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണല്ലേ. പരിശീലനങ്ങൾ, എക്സർസൈസ് എന്നതാണ് അതിൻ്റെ അർത്ഥം. ഒന്ന് വായിച്ചു നോക്കാം. അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ. അജിബ് എന്താണ് അതിൻ്റെ അർത്ഥം? അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അജിബ് ആൻസർ. അനിൽ അസ്ഇലത്തിൽ ആത്തിയ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ത് ചെയ്യുക? പറയുക. അപ്പോൾ ഈ തംരീനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉത്തരം പറയാൻ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം പറയാനൊക്കെ പഠിക്കാൻ. ഒന്നാമത്തെ, എങ്ങനെയാണത് വായിക്കേണ്ടത്? നമ്മൾ പഠിച്ചൊരു നിയമം വെച്ചുകൊണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. എന്താണ് വായിച്ചത്? ഞാൻ വായിച്ചതുപോലെയാണോ നിങ്ങൾ വായിച്ചത്? നോക്കുക. മസ്മുഖ. പാഠം എടുത്തപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ആളുകൾ തെറ്റിക്കുന്ന ഒരു പ്രയോഗമുണ്ട് അല്ലേ. മാ ഇസ്മുഖ എന്ന് വായിക്കും അല്ലേ. അത് തെറ്റാണ്. ഇറ്റ് ഈസ് റോങ്. പിന്നെ എന്താണ് ശരി? മസ്മുഖ എന്നതാണ്. മസ്മുഖ. മാ ഇസ്മുഖ എന്ന് വായിക്കാൻ പാടില്ല. യെസ്, എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് താങ്കളുടെ പേര്? രണ്ടാമത്തേത്, പിന്നെ മിൻ ഐന അൻത. അവിടെ മൻ വായിച്ചൂടെ? വായിക്കാൻ കഴിയില്ല. മൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഐന എവിടെയാണ് അല്ലേ. മേച്ചാവൂല. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ ഐനയോടൊപ്പം നമ്മളിത് കണ്ടാൽ അവിടെ എന്താണ്? മിൻ ഐന അൻത എന്നതാണ് വായിക്കേണ്ടത്. മിൻ ഐന അൻത. എന്താ അതിൻ്റെ അർത്ഥം? വേർ ആർ യു ഫ്രം. അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾ വായിച്ചത് എന്ന് പ്രതീക്ഷിക്കുകയാണ്. യെസ്. മൂന്നാമത്തൊന്ന് വായിച്ചു നോക്കൂ. യെസ്, എങ്ങനെയാണ് വായിച്ചത്? മാ ലൂഗത്തുക അല്ലേ. മാ ലൂഗത്തുക. എന്താ അതിൻ്റെ അർത്ഥം? മാ ലൂഗത്തുക. നിൻ്റെ ഭാഷ എന്താണ്? എന്താണ് നിൻ്റെ ഭാഷ? എങ്ങനെയാണ് നമ്മൾ ഉത്തരം പറയുക? ലൂഗത്തി അൽ മലയാളം അല്ലേ. ലൂഗത്തി അൽ മലയാളം, ലൂഗത്തി അൽ ഇൻജിലീസ്, ലൂഗത്തി അൽ അറബിയ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. യെസ്. അടുത്ത് നോക്കൂ. 4. ഐന അബൂക്ക. ഐന അബൂക്ക. നിൻ്റെ ഉപ്പ എവിടെയാണ്? നിൻ്റെ ഉപ്പ എവിടെയാണ്? ഉത്തരം പറയല്ലേ. അബി ഫിൽ കുവൈത്ത്, അബി ഫി ദുബൈ, അബി ഫി ഇന്ത്യ തുടങ്ങിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുക? ഉത്തരം പറയാം. ഐന അബൂക്ക. യെസ്. ഐന ഉമ്മുക്ക. ഐന ഉമ്മുക്ക. എന്താ അതിൻ്റെ അർത്ഥം? നിൻ്റെ ഉമ്മ എവിടെയാണ് അല്ലേ. ഉമ്മി ഫിൽ മദീനത്തിൽ മുനവ്വറ. പറഞ്ഞൂടെ? എൻ്റെ ഉമ്മ മദീന മുനവ്വറയിലാണ്. ഉമ്മി ഫി ജിദ്ദ, ഉമ്മി ഫി റിയാദ്, ഉമ്മി ഫി ഡൽഹി, ഉമ്മി ഫി കാലിക്കോത്ത്. ഇതൊക്കെ നമുക്ക് പറയാം. ഐന ഉമ്മുക്ക. ശരി. അടുത്തതെന്താണ്? അലക്ക അഹുൻ. അലക്ക അഹുൻ. നിനക്ക് ബ്രദറുണ്ടോ? നിനക്ക് ബ്രദറുണ്ടോ? നിനക്ക് സഹോദരനുണ്ടോ? 7. ഏഴാമത്തേത്, അലക്ക ഉഖ്തുൻ. അലക്ക ഉഖ്തുൻ. നിനക്ക് സഹോദരിയുണ്ടോ? നിനക്ക് സഹോദരിയുണ്ടോ? 8. ഉണ്ട് എന്നെങ്ങനെ പറയാം? നഅം ലീ ഉഖ്തുൻ. 8ാമത്തേത്, അഇന്ദക സയ്യാറത്തുൻ. അഇന്ദക സയ്യാറത്തുൻ. നിൻ്റെ അടുക്കൽ കാറുണ്ടോ? നഅം ഇൻദി സയ്യാറ. ഇല്ലെങ്കിലോ? ലാ മാ ഇൻദി സയ്യാറത്തുൻ. എൻ്റെ അടുക്കൽ കാറില്ല. അഇന്ദക ദറാജത്തുൻ. നിൻ്റെ അടുക്കൽ സൈക്കിളുണ്ടോ? എങ്ങനെയാ ഉത്തരം പറയാ? നഅം ഇൻദി ദറാജത്തുൻ. ഇല്ലെങ്കിലോ? ലാ മാ ഇൻദി ദറാജത്തുൻ. അഇന്ദക ഖലമുൻ. നിൻ്റെ അടുക്കൽ പേനയുണ്ടോ? ഹാവ് യു എ പെൻ. നിൻ്റെ അടുക്കൽ ഒരു പേനുണ്ടോ? നഅം ഇൻദി ഖലമുൻ. ഇല്ലെങ്കിലോ? ലാ മാ ഇൻദി ഖലമുൻ. അഇന്ദക ദഫ്തറുൻ. നിൻ്റെ അടുക്കൽ നോട്ട്ബുക്കുണ്ടോ? നഅം ഇൻദി ദഫ്തറുൻ. ഇല്ലെങ്കിലോ? ലാ മാ ഇൻദി ദഫ്തറുൻ. അബൂക്ക താജിറുൻ. 12ാമത്തേത്, അബൂക്ക താജിറുൻ. നിൻ്റെ ഉപ്പ കച്ചവടക്കാരനാണോ? നഅം
അബി താജിറുൻ. നഅം അബി താജിറുൻ, അതെ എൻ്റെ ഉപ്പ ഒരു കച്ചവടക്കാരനാണ്. 13 മിൻ ഐന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെ നിന്നുമുള്ളവനാണ്? മുഹമ്മദുൻ മിൻ കുവൈത്ത്, മുഹമ്മദുൻ മിൻ ദുബൈ, മുഹമ്മദുൻ മിനൽ ഹിന്ദ്. ഇങ്ങനെയൊക്കെ നമുക്ക് ഉത്തരം പറയാം. മാ ലുഗത്തുഹു, മുഹമ്മദിൻ്റെ ഭാഷ എന്താണ്? മാ ലുഗത്തുഹു, ലുഗത്തുഹു അൽ യാബാനിയ, ലുഗത്തുഹു അൽ യാബാനിയ, അവൻ്റെ ഭാഷ ജപ്പാനാണ്. ഐന അബൂഹു, ഐന അബൂഹു, അവൻ്റെ ഉപ്പ എവിടെയാണ്? അബൂഹു ഫി കുവൈത്ത്, അബൂഹു ഫി കുവൈത്ത്, അല്ലെങ്കിൽ അബൂഹു ഫിൽ യാബാൻ, അബൂഹു ഫി ദുബൈ. ഇങ്ങനെയൊക്കെ നമുക്ക് ഉത്തരം പറയാം. ഐന ഉമ്മുഹു, അവൻ്റെ ഉമ്മ എവിടെയാണ്? ഉമ്മുഹു ഫിൽ മദീനത്തിൽ മുനവ്വറ, അവൻ്റെ ഉമ്മ മദീന മുനവ്വറയിലാണ്. മിൻ ഐന ഹംസത്തു, മിൻ ഐന ഹംസത്തു, ഹംസ എവിടത്തുകാരനാണ്? ഹംസ മിനൽ ഹിന്ദ്, അല്ലേ? ഹംസ മിനൽ ഹിന്ദ്, ഹംസ ഇന്ത്യയിൽ നിന്നാണ്. ഹംസ ജപ്പാനിൽ നിന്നാണ്. ഹംസ മിനൽ യാബാൻ, ഹംസ ജിദ്ദയിൽ നിന്നാണ്. ഹംസ മിൻ ജിദ്ദ. മാ ലുഗത്തുഹു, മാ ലുഗത്തുഹു, അവൻ്റെ ഭാഷ എന്താണ്? ലുഗത്തുഹു അൽ അറബിയത്തു, അവൻ്റെ ഭാഷ അറബിയാണ്. ലുഗത്തുഹു അൽ യാബാനിയത്തു, അവൻ്റെ ഭാഷ ജപ്പാനാണ്. ലുഗത്തുഹു അൽ ഇൻജിലീസിയത്തു, അവൻ്റെ ഭാഷ ഇംഗ്ലീഷാണ്. ലുഗത്തുഹു അൽ ഉറുദിയത്തു, അവൻ്റെ ഭാഷ ഉറുദുവാണ്. ഇങ്ങനെയൊക്കെ ഇതിന് ആൻസർ പറയാം. ഐന അബൂഹു, ഐന അബൂഹു, അവൻ്റെ ബാപ്പ എവിടെയാണ്? അബൂഹു ഫിൽ കുവൈത്ത്, അബൂഹു ഫി കുവൈത്ത്, അബൂഹു ഫി റിയാദ്, അബൂഹു ഫി ദുബൈ എന്നിങ്ങനെ നമുക്ക് ആൻസർ പറയാം. 20 ഐന സൈനബു, ഐന സൈനബു, സൈനബ് എവിടെയാണ്? ഹിയ ഹുന ഫിൽ മദീനത്തിൽ മുനവ്വറ, ഹിയ അവൾ, ഹുന ഇവിടെ, ഫിൽ മദീനത്തിൽ മുനവ്വറ മദീനയിലുണ്ട്, അവൾ ഇവിടെ മദീനയിലുണ്ട്. അവൾ ഇവിടെ ഇന്ത്യയിലുണ്ടെന്ന് എങ്ങനെ പറയാം? ഹിയ ഹുന ഫിൽ ഹിന്ദ്. അവൾ ഇവിടെ കുവൈത്തിലുണ്ടെന്ന് എങ്ങനെ പറയാം? ഹിയ ഹുന ഫി കുവൈത്ത്. അവൾ ഇവിടെ ദുബൈയിലുണ്ടെന്ന് എങ്ങനെ പറയാം? ഹിയ ഹുന ഫി ദുബൈ. ഐന സൗജുഹ, അവളുടെ ഭർത്താവ് എവിടെ? അവളുടെ ഭർത്താവ് എവിടെയാണ്? സൗജുഹ, സൗജുഹ ഫി മദീനത്തിൽ മുനവ്വറ, സൗജുഹ ഫി റിയാദ്, സൗജുഹ ഫി കുവൈത്ത് എന്നിങ്ങനെ പറയാം. അസൗജുഹ മുദർരിസുൻ, അസൗജുഹ മുദർരിസുൻ, അവളുടെ ഭർത്താവ് മുദർരിസാണോ? നഅം സൗജുഹ മുദർരിസുൻ. അല്ലെങ്കിലോ ല, ല സൗജുഹ മുഹന്ദിസുൻ, സൗജുഹ മുഹന്ദിസുൻ, ല കോമയിട്ടിട്ട് സൗജുഹ മുഹന്ദിസുൻ, അവളുടെ ഭർത്താവ് ആരാണ്? എഞ്ചിനീയറാണ്. അല്ലെങ്കിൽ ത്വബീബുൻ എന്നൊക്കെ നമുക്ക് ആൻസർ പറയാം. അപ്പോൾ ഇത് ഈ ഒരു ചോദ്യം അജിബാനിൽ അസ്ഇലത്തിൽ ആത്തിയ എന്ന ഈ ചോദ്യം നമുക്ക് നമ്മോട് ചോദിക്കാം. ഇനി മുകളിൽ ഹംസയെ പറ്റിയിട്ടും അതുപോലെ തന്നെ സൈനബിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ പിതാവിനെ പറ്റിയിട്ടൊക്കെ തൊട്ട് മുമ്പത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ നോക്കി ആ രൂപത്തിലൂടെ വായിച്ചുകൊണ്ട് നമുക്ക് ഉത്തരം പറയാവുന്നതാണ്. ശരി, ഒരു തംരീനും കൂടെ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വായിച്ചിട്ട് നമുക്ക് പൂർത്തിയാക്കാം. രണ്ടാമത്തെ തംരീൻ, ലഅ ഫിൽ ഫറാഗി ഫീമാ യലി അദ്ദമീറ ഹു ഹ. ലഅ വെക്കുക, എന്താണ് വെക്കേണ്ടത്? ഫിൽ ഫറാഗി ബ്ലാങ്കിൽ, വിട്ട ഭാഗത്ത് വെക്കണം. ഫീമാ യലി താഴെയുള്ളതിൽ, അദ്ദമീറ ലമീറിനെ പ്രോനൗണിനെ വെക്കണം. ഹു അല്ലെങ്കിൽ ഹ എന്നത് എന്താണ്? ലമീറുകളാണ്. ആ പ്രോനൗണിനെ എന്ത് ചെയ്യണം? വെക്കണം. എവിടെയാണ് വെക്കേണ്ടത്? വെക്കേണ്ടത് താഴെയുള്ള വിട്ട ഭാഗത്ത് അഥവാ ബ്ലാങ്കിൽ വെക്കാം. ഇതിൽ ഈ ഒരു തംരീന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ആദ്യം പറയാം. ഹു എന്നത് എവിടെ വെക്കണം? ഹ എന്നത് എവിടെ വെക്കണം
എവിടെയാണ് അതിൻ്റെ പ്രയോഗം എന്നുള്ളത് അറിയുക എന്നുള്ളതാണ് ഈ ഒരു തംറീന് കൊണ്ട് എന്ത് ചെയ്യുന്നത്, ലക്ഷ്യമാക്കുന്നത്. ശരി, നമ്മൾ പഠിച്ചിട്ടുണ്ടോ നോക്കാം. ഹാദിഹിൽ ബിൻ തു തോലിബത്തുൻ. ഹാദിഹിൽ ബിൻ തു അല്ലേ, ദിസ് ഗേൾ തോലിബത്തുൻ ഈസ് എ സ്റ്റുഡൻറ്റ്. ഈ പെൺകുട്ടി ഒരു വിദ്യാർത്ഥിനിയാണ് അല്ലേ, ഈ പെൺകുട്ടി ഒരു വിദ്യാർത്ഥിനിയാണ്. ഇസ്മു, അപ്പോൾ വിദ്യാർത്ഥിനിയാണ്, ബിൻതാൻ. ഇസ്മു ഡാഷ് സൈനബു. എന്ത് വേണം, ഇസ്മു ഹു എന്ന് വേണോ, ഇസ്മുഹ എന്ന് വേണോ, പറഞ്ഞു നോക്കൂ. എന്താണ് നിങ്ങളവിടെ വെച്ചത്? ഇസ്മുഹ അല്ലേ, ഇസ്മുഹ. കാരണം എന്താ, പെൺകുട്ടിയെ എന്ന ദമീറിലേക്കാണ് ചേർക്കേണ്ടത്. വെരി ഗുഡ്. രണ്ടാമത്തേത് മുഹമ്മദുൻ ത്വബീബുൻ. എന്നിട്ടോ വബ്നു. കണ്ടില്ലേ, വായിച്ച രീതി കണ്ടല്ലേ നിങ്ങൾ. വബ്നു, വൈബ്നു എന്ന് പറയോ? ഇല്ല, ഹംസത്ത് വസ്സലാണതുകൊണ്ട് വബ്നു. പിന്നെന്ത് വേണം, വബ്നുഹു എന്ന് വേണോ, വബ്നുഹ എന്ന് വേണോ? മുഹമ്മദിൻ്റെതാണ്. അപ്പോൾ അവൻ എന്നർത്ഥം വരണമെങ്കിൽ വബ്നുഹു മുഹന്ദിസുൻ. 3. ഹാദ റജുലു താജിറുൻ കബീറുൻ. ദിസ് മാൻ അല്ലേ, ഈ വ്യക്തി അല്ലെങ്കിൽ ഈ പുരുഷൻ, താജിറുൻ കബീറുൻ ഈസ് എ വലിയ ഒരു കച്ചവടക്കാരനാണ്. ഈ പുരുഷനൊരു വലിയ കച്ചവടക്കാരനാണ്. അപ്പോൾ ഇസ്മുഹ ഏതാണ് വേണ്ടത്? എന്താണ് അവിടെ ചേർക്കുക? ഇസ്മുഹ അല്ലേ, ഇസ്മുഹ എന്താണോ? അല്ല. എന്താണ് കറക്റ്റ് ആൻസർ? അതിൻ്റെ ആൻസർ ഇസ്മുഹു അബ്ദുല്ല. അവൻ്റെ പേര് അബ്ദുല്ല എന്നതാണ്. 4-ാമത്തേത് ആമിനത്തു ഫിൽ ഗുർഫ വ ഉമ്മു ഡാഷ്. ആമിന റൂമിലാണ്. വ ഉമ്മുഹു വ ഉമ്മുഹ. ഏത് വേണം? വ ഉമ്മുഹ അല്ലേ, ആമിനയാണ്. അവളുടെ ഉമ്മ ഫിൽ മത്ബഖ് കിച്ചണിലാണ്, അടുക്കളയിലാണ്. 5-ാമത്തേത് ആയിഷത്തു ത്വബീബത്തുൻ വ ഉഖ്തു ഡാഷ് മുമരിളത്തുൻ. എന്താണ്? വ ഉഖ്തുഹാ മുമരിളത്തുൻ. അപ്പോൾ ഇവിടെ 4ഉം 5ഉം നമ്മൾ വായിച്ച രീതി നിങ്ങൾ നോക്കണം. 4-ാമത്തേത് എങ്ങനെയാണ് വായിച്ചത്? ആമീനത്തു എന്നാണ്. ഒറ്റ ലൊമ്മേ കൊടുക്കാൻ പാടുള്ളൂ അല്ലേ. ആമീനത്തുൻ എന്ന് വായിച്ചാൽ അറബി അറിയാത്തവനാണ്, അവന് വായിക്കാൻ അറിയില്ല. ആമീനത്തു. അപ്പോൾ ആമീനത്തു ഫിൽ ഗുർഫ വ ഉമ്മുഹ ഫിൽ മത്ബഖ്. ഇവിടെ ആയിഷത്തു ത്വബീബത്തുൻ വ ഉഖ്തുഹാ മുമരിളത്തുൻ. ശരി, 6-ാമത്തേത് ഖറജ മുഹമ്മദുൻ മിനൽ ഫസ്ലി വഖറജ മഅഹു സമീലുഹു. ഏതാ വേണ്ടത്? ഖറജ മുഹമ്മദുൻ മിനൽ ഫസ്ൽ. മുഹമ്മദ് ക്ലാസ്സിൽ നിന്നും പുറപ്പെട്ടു. വഖറജ മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ പുറപ്പെട്ടു. സമീലുഹ. ഏതാ വേണ്ടത്? മുഹമ്മദിൻ്റെ കൂടെ അവൻ്റെ സുഹൃത്താണ് അല്ലെങ്കിൽ അവൻ്റെ സഹപാഠിയാണ് പുറപ്പെടുക. അപ്പോൾ സമീലുഹു. അതിൻ്റെ ആൻസർ എന്താണ്? സമീലുഹു. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ വായിച്ചു, മനസ്സിലാക്കി. ഇതിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാനും, അതുപോലെ തന്നെ ത ഉൽ മർബൂത്ത അത് മുഅന്നസിന് എങ്ങനെ ഉപയോഗിക്കണം, മുദക്കറിന് എങ്ങനെ ഉപയോഗിക്കണം, അഥവാ ഹ എന്നത് ഓരോ അതിൻ്റെ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളുമാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കേൾക്കാം, പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.